പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന് കരുണയാൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ. അതിനകത്ത് കർത്താവ് നമ്മളെ പങ്കുകാരാകാൻ വേണ്ടി വിളിച്ചു, ശുശ്രൂഷ ചെയ്യാൻ എളിയവരായി ഞങ്ങളെയും വിളിച്ചു. പക്ഷേ വലിയൊരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സേവാക്ക വട്ടാലിച്ചിൻ്റെയും ബഹുമാനപ്പെട്ട സോജിയച്ഛൻ്റെ ഒക്കെ കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷകൾ ചെയ്ത് പോകാൻ കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാനും കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിങ്ങനെ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്, അതിൻ്റെ എപ്പിസോഡുകൾ മുടങ്ങാതെ കാണുന്നത് എല്ലാ ഞായറാഴ്ചയും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി കാണുന്നത്, അതൊക്കെ വലിയ അനുഗ്രഹമാണ്. ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഓർക്കാണ് അട്ടപ്പാടി സഹ്യോൻ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സോജിയച്ഛൻ്റെ ശുശ്രൂഷ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്ന് സാക്ഷ്യപ്പെടുത്തി. ആ സാക്ഷ്യം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ് വിശ്വാസം കൂടുതൽ വർദ്ധിച്ചു. അതായത് നമ്മൾ ശുശ്രൂഷകൾ മുടങ്ങാതെ കാണണം. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ആത്മീയ കാര്യത്തിൽ സ്ഥിരതയോടെ നിൽക്കണം. നമുക്ക് ആ സാക്ഷി ഒന്ന് കാണാം. എൻ്റെ പേര് ജോഷ്ലെ എന്നാണ്. ഞാൻ ഓസ്ട്രേലിയയിലാണ് ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് വളർന്നു വരികയായിരുന്നു. കൂടുതൽ വളരാൻ വേണ്ടി കൂടുതൽ ലോണുകളും സമയവും ഒക്കെ അതിനു വേണ്ടി ചിലവഴിച്ചു. പക്ഷേ ഇടയ്ക്ക് ചില പാളിച്ചകളൊക്കെ ഉണ്ടായി. ബിസിനസ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലേക്കും പോയി. അപ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണറും ഉണ്ടായിരുന്നു. അപ്പം ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി കൂടിക്കഴിഞ്ഞപ്പോൾ പുള്ളി അങ്ങ് മാറി സ്വന്തമായ രീതിയിലൊക്കെ ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സംസാരങ്ങൾ നേരിടേണ്ടിയും ചെയ്തു. അപ്പോൾ ഈ ബിസിനസ് പിന്നീട് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെയും ഇതൊന്ന് വിറ്റ് തീർക്കണം, ലാഭവും നഷ്ടവും ഇല്ലാതെ. പക്ഷേ കടങ്ങൾ ഒത്തിരിയും ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് വിറ്റാലും എനിക്കുള്ളതെല്ലാം വിറ്റാൽ പോലും ഈ കടങ്ങൾ എനിക്ക് തീർക്കാൻ സാധിക്കില്ലാത്തൊരു സാഹചര്യം. അപ്പം ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി, അതായത് ബിസിനസ്സിൻ്റെ ചിലവുകൾക്ക് വേണ്ടി ഒത്തിരി പൈസ ആവശ്യമുണ്ട്. കടക്കാരൊക്കെ വിളിക്കുന്നു, ഒരിക്കലും സമാധാനമില്ല. ഞാനും എൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്ന പൈസയെല്ലാം ഈ ബിസിനസ്സിൻ്റെ ദൈനംദിന ചിലവുകളിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ബിസിനസ്സിൽ പ്രശ്നങ്ങളുള്ളപ്പോഴും ഉണ്ടാകുമ്പോൾ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ഇത് സോൾവ് ചെയ്യാം, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചും നമുക്കുണ്ട എക്സ്പീരിയൻസ് ഉപയോഗിച്ചും എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ആദ്യമേ ചിന്തിച്ചു. പക്ഷേ പ്രോബ്ലം അതുപോലെ തന്നെ നിന്നു. അങ്ങനെ അഭിഷേകാഗ്നിയെക്കുറിച്ച് കേൾക്കാനിടയായി. അത് കാണാൻ തുടങ്ങിയത് മനസ്സമാധാനം കിട്ടുന്ന ഒരു ഉപാധി എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടാണ് കാണാൻ തുടങ്ങിയത്. പക്ഷേ അത് സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി. അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടായി. പക്ഷേ എങ്ങനെയൊക്കെ ദിവസം അങ്ങ് കിടന്നുകൂടി. അപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ നെഞ്ചുവേദനകളും മനസ്സമാധാനക്കേടും ഹോസ്പിറ്റലൈസേഷനും പിന്നെ എൻ്റെ വെയിറ്റ് വരെ ഒരു 7-8 കിലോ കുറഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. പിന്നീട് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഭിഷേകാഗ്നി കാണാതിരുന്നാൽ എന്തോ ഒരു നേരം ഭക്ഷണം കഴിക്കാത്ത പോലെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി. അങ്ങനെ അതിൽ കൂടുതൽ കുറച്ചുകൂടി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയിലൊക്കെ പങ്കുകൊണ്ടു. ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നിയുടെ എപ്പിസോഡ് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ 2 മണിക്ക് എണീറ്റ് വേണം അത് കാണാൻ. ഓസ്ട്രേലിയയിലാകുമ്പോൾ സമയത്തിൽ വ്യത്യാസമുള്ള കാരണം നമുക്ക് ഇന്ത്യയിൽ നിന്ന് സമയം 8:30 രാത്രിയിൽ അത് പ്രക്ഷേപണം ചെയ്യുന്നു. വെളുപ്പിനെ 2 മണിക്ക് എഴുന്നേറ്റാലാണ് സഹോദരനത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കലി അത് കാണാൻ തുടങ്ങി. അപ്പം
എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമെന്നുള്ളൂ അന്നേരം ഒന്നും അറിയത്തില്ല. പക്ഷേ പലരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണം ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച് തരുമെന്ന്. അഭിഷേകാഗ്നിയിലുള്ള സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുകയും വചനം കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിലും ഇടപെടുന്നൊരു വിശ്വാസം വർദ്ധിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പൈസയുടെ പ്രശ്നം, പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ. അപ്പം പല അത്ഭുതങ്ങൾ തന്നെ ഞാൻ തന്നെ അതിനെ അങ്ങനെ നിർവചിക്കും. നമ്മുടെ കോൺട്രാക്ടേഴ്സ് ചിലർ വഴി പൈസ നമുക്ക് വെറുതെ തന്നു എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരിൽ നിന്നൊക്കെ സഹായം ലഭിച്ചു. പ്രതീക്ഷിക്കാത്ത സമയത്ത് പല ആളുകൾക്കും ഈ സഹോദരനെ സഹായിക്കണം എന്നൊരു പ്രേരണ കിട്ടി. അങ്ങനെ അവർ ഇടപെടുകയാണ്. അതിനുശേഷം മറ്റൊരു അത്ഭുതം എന്ന് കഴിഞ്ഞാൽ, ഞാൻ 3-4 വർഷം ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് 3-4 വർഷം മുമ്പ് ജോലി ചെയ്ത ഒരു കമ്പനിയിൽ നിന്നൊരു ലെറ്റർ വന്നു, നിനക്ക് ശമ്പളം കണക്കൂട്ടിയതൊക്കെ തെറ്റിപ്പോയി, അതുകൊണ്ട് ഇതാ കുറച്ച് പൈസ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പൈസ വരുന്നു. നോക്കിയാൽ പല രീതികളിൽ കർത്താവ് ഇടപെടുകയാണ്, അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. പണ്ട് 3-4 വർഷം മുമ്പ് ജോലി ചെയ്തിരുന്ന അവർക്ക് പറയാണ്, ഞങ്ങൾ വന്ന സംഭവം പോരായിരുന്നു, ഇനി വീണ്ടും തരാനുണ്ടെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കെ പല സാക്ഷ്യങ്ങൾ കേട്ടതിൽ ഒന്നാണ്, ഭൂമി വിൽക്കാൻ ശ്രമിച്ചിട്ട് വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തവരും, അതുപോലെ വീട് പണിയാൻ വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തവരും അവരവരുടെ ഭൂമിയിലെ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് വെഞ്ചരിച്ചതിന് ശേഷം അതൊക്കെ ആ പ്രോബ്ലംസൊക്കെ സോൾവ് ആയ സാക്ഷ്യങ്ങൾ കേട്ടു. അത് പലതവണയായിട്ട് അറിഞ്ഞും അറിയാതെയും അതേ സാക്ഷ്യങ്ങൾ എൻ്റെ മുന്നിൽ വന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇനി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഉൾവിളി വന്നു. അപ്പോൾ ഇതൊക്കെ ട്രക്കുകളാണ്. അപ്പോൾ ഈ ഒരു കൊന്തയാണ് അടുത്തുള്ള പള്ളിയിൽ ചെന്ന് ഓടിച്ചെന്ന് ഇതൊന്ന് വെഞ്ചരിച്ചാലോ. അപ്പം പെട്ടെന്ന് വീണ്ടും ഒരു ചിന്ത വന്നു, ഞാൻ ചെല്ലുമ്പോഴേക്കും ഈ വണ്ടി പോവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കൊന്തയെടുത്ത് അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരാധനയുടെ സമയത്ത് ഈശോ ടി വിയിൽ ചെന്ന് മുട്ടിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഈ വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അന്ന് വൈകുന്നേരം ഒരു കോള് വന്നു, ഇങ്ങനെ നിൻ്റെ ഒരു പ്രസ്ഥാനം ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം എനിക്കതിന് വലിയ വിലയൊന്നും ഞാൻ കൊടുത്തില്ല, കാരണം പ്രശ്നങ്ങളുള്ളൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇത് പകുതി വിലയ്ക്ക് കൊണ്ടുപോകാനാണ് താല്പര്യം. അപ്പം അങ്ങനെയുള്ളൊരു ഫേക്ക് കോളാണെന്ന് വിചാരിച്ച് ഞാനതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. അങ്ങനെ ആ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അതേ മനുഷ്യൻ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ ട്രക്കുകൾ ഇതൊക്കെ മേടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്താ വില? അപ്പം ഞാൻ പുള്ളിയോട് വളരെ തുറന്ന് സംസാരിച്ചു. പുള്ളി, നിൻ്റെ എല്ലാ ബാധ്യതകളോടുകൂടി ഈ കമ്പനി എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ആദ്യമേ കേട്ടപ്പോൾ ഒരു ചെറിയ സംശയം, കാരണം അങ്ങനെ പലരും മുന്നോട്ട് വരാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരിയുടെ പൈസ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കമ്പനിക്ക് പുള്ളി, അപ്പോൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഈ ബാധ്യതയോടുകൂടി എടുക്കുമ്പോൾ പിന്നീട് അതിന് വേണ്ടി വേറെ പൈസയൊന്നും അവർ തരാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് തീർക്കാൻ ഇച്ചിരി പൈസ ഒരു വിലയിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു വില പറഞ്ഞു. അതെനിക്ക്, അതായത് ലാഭം, എൻ്റെ നഷ്ടം ഏറ്റവും കുറഞ്ഞ രീതിയിൽ മാനേജ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു തുകയാണ് പറഞ്ഞത്. പുള്ളി അതിനും സമ്മതിച്ചു. വാസ്തവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം കൊണ്ട് ഇതെല്ലാം സോൾവായി. 10 ദിവസം കൊണ്ട് ഈ കാര്യമെല്ലാം കർത്താവ് സോൾവ് ചെയ്ത് കൊടുത്താണ്. ആ മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. ഹല്ലേലൂയ. അപ്പം അത് ഇടപെട്ട് ഒരു സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ആക്കുന്ന സ്പീഡിൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇന്ന് ഒരാൾ വന്നിട്ട് എന്നോട് ഒരു കുടുംബത്തിലൊരു രോഗമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പം ഞാൻ ആ മനുഷ്യരോട് ആദ്യമേ പറയുന്നത്, ഈ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കൂ, ഫ്രീ ആണ്, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാതിരിക്കുകയില്ല. അഭിഷേകാഗ്നി കണ്ടു നോക്കൂ, കർത്താവ് ഇടപെടും, എന്തെങ്കിലും കർത്താവിൻ്റെ സ്പർശനം കിട്ടുമെന്ന് അനേകരോട് പറയാനായിട്ട് ആരംഭിച്ചു. പലതരത്തിൽ ബിസിനസ്സിൽ ഒരുപാട് പാളിച്ചകൾ വന്ന് ഒരുപാട് എല്ലാ സമ്പത്തും ഇവിടെ എല്ലാം വിറ്റാലും തീരാത്തത്ര ഒരു പ്രത്യേക ഒരു കടബാധ വന്നു കഴിഞ്ഞപ്പോഴാണ് അഭിഷേകാഗ്നി ശുശ്രൂഷ കാണുകയും അതിലുള്ള സാക്ഷ്യങ്ങൾ അത് പല പ്രാവശ്യം കണ്ട് വിശ്വാസം വർദ്ധിച്ച് ഈശോ അത്ഭുതമായിട്ട് അങ്ങനെ ഇടപെട്ട് ഒരിക്കലും കാണാത്ത ഒരാൾ ഫോൺ വിളിച്ച സംഗതി കർത്താവ് തന്നെ സോൾവ് ചെയ്താണ് കൊടുക്കുകയാണ് കടബാധ. ഹല്ലേലൂയ. അച്ഛാ 300 ലക്ഷം രൂപ 3 കോടി രൂപയുടെ ബാധ്യതയായിരുന്നു അച്ഛാ. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ പഴി ചാരുമല്ലോ. അതായത്, ഇവൻ കാരണമാണ് ഈ പ്രശ്നത്തിലെല്ലാം ഞാൻ വന്നേക്കുന്നത്, ഇവൻ കാരണമാണ് എൻ്റെ കുടുംബത്തിലെ സമാധാനം ഇല്ലാത്തത്. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന വഴി ഞാൻ ഒരു പാഠം പഠിച്ചത്, ആദ്യമേ നമ്മൾ ക്ഷമിക്കണം. അതാണ് ഞാൻ ക്ഷമിച്ചു. ഈ പറഞ്ഞ ആൾക്ക് പുള്ളി എന്ത് തീരുമാനമെടുത്താലും അത് ദൈവം
ആ തീരുമാനമായിട്ട് ആ മനുഷ്യൻ മുന്നോട്ട് പോയി നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതാണ് വചനത്തിൻ്റെ ശക്തി. വചനം കേട്ട് കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് വന്ന് ക്ഷമിക്കാനുള്ള വലിയൊരു അഭിഷേകം കൊടുക്കും. എന്തെങ്കിലും ആകട്ടെ, ഞാൻ ഈശോടെ അത് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് ക്ഷമിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടുകയാണ് അത്ഭുതകരമായിട്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം CCC പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കും, ദുർഘടമായതിനെ എളുപ്പമാക്കും. ഹല്ലേലൂയ. Hallelujah. ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് ഈ സാക്ഷ്യം. ആ സാക്ഷ്യത്തിൽ തന്നെ ഒരുപാട് പ്രബോധനമുണ്ട്. നോക്കണം സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴും നിലവിൽ ഒരു പ്രോബ്ലത്തിന് വ്യത്യാസമില്ല. പക്ഷേ ആ വ്യക്തി എന്ത് ചെയ്തു? പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഒരാശ്വാസം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിപ്പിക്കുകയാണ്, ക്ഷമിക്കാനായിട്ട് തോന്നിപ്പിക്കുന്നു. അപ്പോൾ ക്ഷമിക്കുന്നു. അപ്പോൾ ഓരോ ജപമാല വെഞ്ചരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് എന്നാൽ പ്രാർത്ഥനയുടെ മുമ്പിൽ വെക്കുമ്പോൾ എന്തെങ്കിലും കൃപ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നോക്ക്, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ സോജിച്ചൻ പറഞ്ഞതുപോലെ അതെല്ലാം അനുസരിച്ച് അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഇടപെടല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ പോകും, നമ്മൾ ടെൻഷൻ പിടിക്കരുത്, അപ്സെറ്റ് ആകരുത്, നമ്മൾ പരിഭ്രമിക്കരുത്. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ എന്നുള്ളതാണ് സങ്കീർത്തനം 37 പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കണം, വിശ്വാസത്തോടെ സ്ഥിരതയോടെ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്യണം. ദൈവം ഇടപെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഹല്ലേലൂയ. ഒരുപാട് പേർക്ക് ഈ സാക്ഷ്യം, ഈ ചേട്ടന് ഒരു പ്രത്യാശ ഈ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ അനേകം പേർക്ക് ഈ ഒരു സാക്ഷ്യം ഒരുപാട് പ്രത്യാശ നൽകും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുട്ടികളൊക്കെ വേഗം എഴുന്നേറ്റോ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അതിനെ അതിജീവിച്ച് പോകണം. കരങ്ങൾ തുറന്ന് പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരാതിപ്പെടാതെ, വിഷമിക്കാതെ, നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ, ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥന നിർത്തി പോകാതെ, ഓ ദൈവമേ, സ്ഥിരമായി പ്രാർത്ഥിക്കാനൊരു അഭിഷേകം നൽകണമേ. സ്ഥിരമായി അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കാനൊരു അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. പ്രാർത്ഥന സ്ഥിരതയോടെ നിൽക്കാൻ ഞങ്ങൾക്കൊരു കൃപ നൽകണം. ഓ കർത്താവേ, അവിശ്വാസ ചിന്തകളൊക്കെ മാറണം. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്, ഹൃദയം തുറന്ന് സ്തുതിക്കുകയാണ്. പരാതിയില്ല, കണ്ണീരുമില്ല, പാവനാത്മാവെൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നു. പരാതിയില്ല, ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണീരുമില്ല, പാവനാത്മാവെൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നു. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പാവനാത്മാവേ, ആനന്ദമായ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയണമേ. ഉള്ളിന്റെ ഉള്ളിൽ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, റൂഹായേ, ആനന്ദമായ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയണമേ. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും അവിടേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, രോഗമുണ്ട്, അവിടുന്ന് ഇടപെടണം. പരിശുദ്ധാത്മാവേ, രോഗത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയെ പ്രാർത്ഥിച്ച് കർത്താവ് അങ്ങയെ പ്രാപിക്കാൻ അഭിഷേകം ചെയ്യണം. ഓ ദൈവമേ, കടബാധ്യതകളുണ്ട്, പകർച്ചകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ല, പഠനം മുന്നോട്ട് പോകുന്നില്ല, ഒരു വഴി തുറക്കുന്നില്ല, ജോലി മേട തടസ്സമുണ്ട്. കർത്താവേ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ. കർത്താവേ, പക്ഷേ പ്രാർത്ഥനയുടെ പിടുത്തം വിടാതെ അങ്ങയിൽ ആശ്രയിക്കുന്ന കുറയ്ക്കാതെ ദൈവമേ ഞങ്ങളെ സഹായിക്കണം. പറ്റുന്നില്ല കർത്താവേ, സാധിക്കുന്നില്ല, ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണം. ഉള്ള തുറന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെന്നെ വലച്ചെന്നാലും ആത്മാവിനാശ്വാസം കൂടെയുണ്ട്. രോഗങ്ങളെന്നെ വലച്ചെന്നാലും ആത്മാവിനാശ്വാസം കൂടെയുണ്ട്. അന്യായമായി വിധി നേരിട്ടാലും സാന്ത്വനമായവൻ അരികിലുണ്ട്. അന്യായമായി വിധി നേരിട്ടാലും സാന്ത്വനമായവൻ അരികിലുണ്ട്.
പിരിയുകില്ല. വിശ്വസിക്കുന്നു. കൂട്ടാളിയായ എന്റെ ഒപ്പമുണ്ട് ആത്മാവേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, പുതുജീവനായ എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയണം. രണ്ട് കരങ്ങളും ഉയർത്തി ആത്മാവേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, റൂഹായേ, പുതുജീവനായ എന്റെ ഉള്ളിൽ നിറഞ്ഞു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. പാവനാത്മാവേ, പാവനാത്മാവേ, റൂഹാ, റൂഹാ, റൂഹാ. പരിശുദ്ധാത്മാവേ, ഹല, ഹല, ഹല. ഓ കർത്താവേ, തളർന്നു കിടക്കുന്ന ജീവിതങ്ങൾ ഇപ്പോൾ ഉണർവ് പ്രാപിക്കട്ടെ. ഉണങ്ങി വരണ്ടു പോയ ജീവിതങ്ങൾ പുതുമഴ പെയ്യുമ്പോൾ എന്നതുപോലെ പരിശുദ്ധാത്മ അഭിഷേകത്തെ കുതിരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല, 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 ഹല. മനസ്സ് തകർന്നിരിക്കുന്നവർ പരിശുദ്ധാത്മാഭിഷേകത്താൽ ഇപ്പോൾ ഉണർവ് പ്രാപിക്കട്ടെ. ശരീരത്തിൽ രോഗമുള്ളവർ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. തടസ്സങ്ങൾ ഇരിക്കുന്നവർ ഇപ്പോൾ കർത്താവിന്റെ ശക്തിയാൽ കൃപയോടെ മുന്നോട്ട് വന്ന ആത്മാവ് വ്യാപരിക്കട്ടെ. ഹല, 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 ഹല. പരിശുദ്ധാത്മാവെ, ആരാധന, 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 ആരാധന. അവനവന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും അവിടേക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. അവനവന്റെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും അവിടേക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. അനേകം കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കുട്ടികൾ സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആത്മീയ ജീവിതം ഉണർവുള്ളതാകാൻ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനേകം വ്യക്തികള് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ അച്ഛാ പ്രാർത്ഥിച്ചിട്ട് ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. കാര്യം ഞാൻ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടാകുന്നില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനേകം ആൾക്കാരുടെ പ്രശ്നമാണ്. യാമപ്രാർത്ഥനകൾ അർപ്പിക്കുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ഭക്താനുഷ്ഠാനങ്ങൾ പലവിധ പ്രാർത്ഥനകളും ഉണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോഴൊന്നും നമുക്കൊരനുഭവം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനൊരു കാരണമുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9-ാം തിരുവചനം, ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാക്കുന്നു, ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു, സൂര്യന് കീഴെ പുതുതായി ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ഉണ്ടായത് തന്നെ വീണ്ടും ഉണ്ടാക്കുന്നു, ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു, ഒന്നിലും ഒരു പുതുമ വരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതം എല്ലാ ദിവസവും ഇങ്ങനെ ഒരേപോലെ പോകാനുള്ളതല്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് പോകാനുള്ളതല്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ഒരു പുതുമയിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-19 തിരുവചനങ്ങൾ, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. അപ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് എപ്പോഴൊരു പുതുമയുണ്ടാവും. ഒരു പുതുമ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അത് പ്രാർത്ഥനാ ജീവിതത്തിലാകാം, ശുശ്രൂഷ ജീവിതത്തിലാകാം, ജീവിതത്തിൻ്റെ അനുദിന വ്യാപാരങ്ങളിലാകാം. എല്ലാത്തിലും പരിശുദ്ധാത്മാവുണ്ടോ അവിടെയെല്ലാം ഒരു റിന്യൂവൽ, ഒരു നവീകരണം, ഒരു പുതുമ, അതൊരു യാഥാർത്ഥ്യമാണ്. അത് ബൈബിളിൽ ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 21-23 തിരുവചനങ്ങൾ, എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ്.
അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും ഒരു പുതുമയുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ ഉദാഹരണം പറയാം. ഇന്നലെ നമ്മളൊരു കുരിശിൻ്റെ വഴി ചെല്ലി. അങ്ങനെ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ ഭയങ്കര അഭിഷേകം കിട്ടി, ഭയങ്കര ഒരു നിറവ് കിട്ടി. ഉടനെ നമ്മൾ ഇന്ന് പോയി ഉടനെ ഒരു കുരിശിൻ്റെ വഴി ചെല്ലിയാൽ ആ അഭിഷേകം കിട്ടണം നിർബന്ധം ഇല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ദൈവാത്മാവ് എങ്ങനെയാണ് ഒരു ദൈവ പൈതലിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്? ആ സ്വരം കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ദൈവ പൈതലിന് പ്രാർത്ഥന ചെയ്ത അനുഭവമായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശുദ്ധ കുർബാന, അല്ലാന്നുണ്ടെങ്കിൽ കൂദാശകൾ, വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന, നമുക്കുള്ള യാമപ്രാർത്ഥന, അതെല്ലാം അങ്ങനെ തന്നെ പോകുന്നു. ഇത് അതിനെക്കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. വ്യക്തിപരമായ ഒരു ദൈവവൈതൽ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും ആത്മാവ് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പറയുന്നത് അതുപോലെ പ്രാർത്ഥിക്കുമ്പോഴാണ് വലിയൊരു ജ്വലനം, വലിയൊരു ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ചെറിയ പ്രചോദനം പോലും അനുസരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ നമുക്കും ബാക്കിയുള്ളവർക്കും വലിയൊരു അനുഭവം. ഞാൻ ഒരു സംഭവം പറയാം. പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. ഈ കഴിഞ്ഞ നാളുകൾ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഞാൻ അമേരിക്കയിൽ ശുശ്രൂഷയ്ക്ക് പോയ കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അമേരിക്കയിൽ ആ ശുശ്രൂഷയ്ക്ക് പോയിട്ട് ഞാൻ അവിടെ ഹ്യൂസ്റ്റൺ ഭാഗത്തേക്ക് ഹരിക്കുമ്പോൾ PDM കുറവിലങ്ങാട് മോണശ്ശേരിയിലുള്ള ഒരു സെമിനാരി ബ്രദർ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. പ്രാർത്ഥിക്കുന്ന എല്ലാ ബ്രദർമാരിൽ ഒരാളാണ്. ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇങ്ങനെയാണ്: അച്ഛൻ ഒരു കറുത്ത കളറുള്ള ഒരു വണ്ടിയിൽ അച്ഛൻ യാത്ര ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ടാങ്കർ ലോറി പോലത്തെ ഒരു ടാങ്കർ ലോറി ഒരു ആക്സിഡൻ്റ് ആകുന്നു. അതിങ്ങനെ കത്തി അങ്ങനത്തൊക്കെ ആകുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ അച്ഛന് യാതൊരു കുഴപ്പമില്ല, ഇങ്ങനെ സുരക്ഷിതനായിട്ടിരിക്കുന്നു. അങ്ങനെ 2-3-4 മെസ്സേജ് അതിങ്ങനെ ബ്രദർമാർക്ക് പ്രാർത്ഥിക്കാൻ മെസ്സേജൊക്കെ കിട്ടും. അപ്പോൾ അതിങ്ങനെ അയച്ചു തരും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ചു, പക്ഷേ ഞാൻ തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ എൻ്റെ സഹോദരൻ ഹ്യൂസ്റ്റണിൽ നിന്ന് ഡാളസിലേക്ക് ഒരു AFC മിഷണറി ഒത്ത് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ല ബ്ലോക്ക്, നല്ലൊരു കുറേ ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്ക്. അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വണ്ടി ഓടിച്ചിരുന്ന ആ സഹോദരൻ പറഞ്ഞു, ഇത് മിക്കവാറും ആക്സിഡൻ്റ് ഉണ്ടാകാനാണ് സാധ്യത. മുകളിൽ ഫ്ലൈറ്റൊക്കെ പറക്കുന്ന ന്യൂസ് റിപ്പോർട്ടറാണ്. ഇപ്പോൾ എന്തോ ഒരു വലിയൊരു ആക്സിഡൻറ്റ് നടന്നതിൻ്റെ സാധ്യത. പെട്ടെന്ന് ഞാൻ ഈ ബ്രദർ പറഞ്ഞ ആ ഒരു കാര്യം ഓർത്തു. ഞാൻ പെട്ടെന്ന് വാട്സപ്പ് എടുത്തു. അങ്ങനെ വാട്സപ്പ് എടുത്തിട്ട് എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കി. അങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കറുത്ത വണ്ടിക്കുള്ളിലാണ് അച്ഛൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വണ്ടിയുടെ കളർ നോക്കി. സാധാരണക്കാരെ വണ്ടിക്കുള്ളിൽ കറുപ്പ് കളർ വരില്ല, വണ്ടിക്കുള്ളിൽ നിന്ന് വെളുത്ത അങ്ങനത്തെ കളറേ വരുള്ളൂ. ഞാൻ നോക്കുമ്പോൾ ഒരു കറുത്ത വണ്ടിയാണ്. ഉടനെ ഞാൻ അവിടെ ഇരുന്ന മിഷണറിയോട് പറഞ്ഞു, ഫ്രണ്ടിൽ മിക്കവാറും ഒരു ബ്രദർ സന്ദേശം അയച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ മിക്കവാറും ടാങ്കർ ലോറി പോലത്തെ എന്തോ ഒരു ലോറിയുടെ ആക്സിഡൻ്റ് ആയിരിക്കും. അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്ററോളം ബ്ലോക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ മണ്ണ് കൊണ്ടുപോകുന്ന വണ്ടി, അത് ഏകദേശം ടാങ്കർ ലോറിയാണ്. ടാങ്കർ ലോറിയുടെ അങ്ങനെ പകുതി മുറിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ലോറി വേറൊരു വണ്ടിയുമായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് ആ വണ്ടി മുഴുവൻ മറിഞ്ഞ വണ്ടി മുഴുവൻ കത്തിക്കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഈ ഉദാഹരണം ഇപ്പോൾ പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? അപ്പോൾ ആ ഒരു ദൈവപൈതൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു പ്രചോദനം കൊടുത്തു. ആ പ്രചോദനത്തിനനുസരിച്ച് അദ്ദേഹം മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ ബ്രദറിന് വേഗം ഒരു മെസ്സേജ് അയച്ചു, മോനെ നീ പറഞ്ഞതുപോലെ തന്നെ നിനക്ക് കർത്താവ് സംസാരിച്ചതുപോലെ തന്നെ അപ്പോൾ നിനക്ക് അത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാലും കർത്താവ് നീ പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ഒരു മറുപടി തിരിച്ചയച്ചു. എൻ്റെ പ്രിയപ്പെട്ട, അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞെങ്ങനെയാണ്, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഗതി ആത്മാവ് ഒരു പ്രേരണ തന്നു. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ വേഗം എഴുതി അയച്ചു എന്നാണ് പറഞ്ഞത്. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവാണ് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ പ്രാർത്ഥന നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അങ്ങനെയുള്ളൊരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വളരണം. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല. ഇന്നലെ പ്രാർത്ഥിച്ചാൽ ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെയും പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സാധാരണ ഡെയിലി ഉള്ള നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ചല്ല, വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ്. റോമാലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിന് 6-ാമത്തെ തിരുവചനം, ഇപ്പോഴാകട്ടെ നാം അടിമപ്പെടുത്തിയിരുന്നതിന് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി, ഇത് ആത്മാവിൻ്റെ പുതുമയിൽ, നിയമത്തിന്റെ പഴമയിലല്ല നാം ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ പോലും ചില കാര്യങ്ങൾ നമ്മളെ അടിമപ്പെടുത്താം.
ചില നിയമങ്ങൾ നമ്മൾ അടിമപ്പെടുത്താം. അതിനകത്ത് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറയാം. അപ്പൊ നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? കത്തോലിക്ക സഭ മലബാർ ഗ്രന്ഥത്തെ 103, 104 കണ്ണുകൾ പറയാണ്, പിതാവായ ദൈവം ഒരാളെ സന്ദർശിച്ച് സംസാരിക്കുന്ന സമയമാണത്. അപ്പൊ നമ്മൾ വചനം വായിച്ചുമ്പോൾ ദൈവപിതാവ് നമ്മുടെ അടുത്ത് വരികയാണ്. അങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ചില അനുതാപം കിട്ടുകയും ദൈവാത്മാവ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനാൽ തന്നെ അവിടെ നിൽക്കണം. അതിനെക്കുറിച്ച് അദൃശ്യ പോരാട്ടം എന്ന് പറയുന്ന ഒരു ആത്മീയ പുസ്തകത്തിൽ അതിന് 321 പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഓരോ താളായി അത് വായിക്കാതെ ഓരോ വാക്കിനെ കുറിച്ചും ധ്യാനിക്കുക. ചില വാക്കുകൾ അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ, അഥവാ അനുതാപത്തിലേക്ക് നയിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ആത്മീയ സന്തോഷവും സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ അവയിൽ അല്പസമയം നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു നിയമം വെച്ചുകൊണ്ട് പോയാൽ അതിനകത്തൊരു അപകടമുണ്ട്. എന്ന് പറഞ്ഞാൽ ദിവസം 1/2 മണിക്കൂർ ബൈബിൾ വായിക്കേണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുന്നതിനിടയിൽ ചില വചനം നിന്നെ സ്പർശിച്ചു, ചില വചനം വെച്ചപ്പോൾ ഒരു അനുതാപം കിട്ടി, ചില വചനം കഴിച്ചൊക്കെ പോയി ഒരു ആത്മാവിൻ്റെ അഭിഷേകം കിട്ടി. പിന്നെ വേഗം ഇത് വായിച്ച് തീർക്കണം എന്നുള്ള തിരക്കിൽ പോകരുത്. അവിടെ ദൈവാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേട്ട്, അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ സെമിനാരി ബ്രദർ, PDM ബ്രദർ, ആ ബ്രദർ പ്രാർത്ഥനയുടെ കാര്യം കേട്ടപ്പോൾ അതിനനുസരിച്ച് മൂവ് ചെയ്യാണ് എന്ന് പറയുന്നത് പോലെ അതിനകത്ത് ഇഴുകിച്ചേരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പുസ്തകത്തിൽ തന്നെ അതിന് 322 പേജിൽ അതിനർത്ഥം ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അതാണ് CCC പഠിപ്പിക്കുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നു. അവിടുത്തെ സ്വീകരിക്കുക. അവിടുന്ന് നിങ്ങളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ നിങ്ങളുടെ ഹൃദയം അവിടുത്തേക്ക് തുറക്കുക. ഈ കാരണം കൊണ്ട് നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ അഭ്യാസം അഥവാ വായന പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നാലും വിഷമിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ എന്നല്ല, എല്ലാ ആത്മീയ അഭ്യാസത്തിൻ്റെ ലക്ഷ്യം കർത്താവിൽ ഒന്നു ചേരാൻ യോഗ്യരാവുക എന്നതാണ്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വ്യക്തിപരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് വന്ന പരിശുദ്ധമായിട്ട് സാന്നിധ്യം വന്ന നിറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആത്മാവ് പറയുന്നത് പോലെ കേൾക്കണം. അല്ലാതെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നത്തെ പോലെ നാളത്തെ അങ്ങനെ പോയാൽ ഇവിടെ ആത്മാവിന്റെ പ്രവർത്തനമില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നമുക്കൊരു ഉണർവുള്ളതാകണമെങ്കിൽ, അനുഭവമുള്ളതാകണമെങ്കിൽ ഓരോ ദിവസവും ആത്മാവ് എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത് അതിലേ പോകണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം കുറേ സമയം യേശുവേ 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 എന്ന് വിളിക്കാൻ ആത്മാവ് പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതേസമയം പിന്നത്തെ ദിവസം കുറേ സമയം സാഷ്ടാംഗം വെച്ച് ആരാധിക്കാനാണെങ്കിൽ അത് ചെയ്യുക. അടുത്ത ദിവസം ഒരുപക്ഷെ ഒരുപാട് ജപമാല ചെല്ലാണെങ്കിൽ അത് ചെയ്യുക. മറ്റൊരു ദിവസം ആത്മാവിനോട് കുറെ സംസാരിക്കാൻ അത് ചെയ്യുക. എന്താണോ ആത്മാവ് ഓരോ ദിവസവും പ്രചോദിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുമ്പോൾ വലിയ ആത്മാഭിഷേകത്തിന്റെ നിറവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ തന്നെ ചില ചിന്തകളോ ചില നിയമങ്ങളോ ചില കടുംപിടുത്തങ്ങളോ ചില കാര്യങ്ങളോ ചിലപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ തന്നെ ചിലപ്പോൾ ബ്ലോക്കാക്കി കളഞ്ഞേക്കാം എന്ന് സഭാപിതാക്കന്മാർ പ്രഖ്യാപിക്കുകയാണ്. എന്ന് വിചാരിച്ചാൽ അത് വേണ്ടെന്നല്ല പറഞ്ഞെടുത്താം. കടപ്പെട്ട പ്രാർത്ഥന എല്ലാം ചെയ്യണം, പക്ഷേ വ്യക്തിപരമായ പ്രാർത്ഥന ആത്മാവ് പറയുന്നത് പോലെ വ്യാപരിക്കണം. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ദാനങ്ങൾ ദൈവഭക്തൻ ഒഴിയുന്നില്ല. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി അവിടെ നന്മകൾ പരിശുദ്ധാത്മാവിനെ നൽകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടക്കത്തിൽ കേട്ട സാക്ഷി ഓർക്കുക. ആ ചേട്ടൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ചില പ്രചോദനങ്ങൾ കൊടുത്തു. ആ പ്രചോദനങ്ങളെല്ലാം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നല്ലൊരു അനുഭവമായി. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ ദൈവം ഇടപെടുന്ന കാണാൻ പറ്റി. തുറന്നുള്ള വചനപ്രഘോഷത്തിൽ ആ ബ്രദറിൻ്റെ സാക്ഷി ഓർക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ കർത്താവ് പ്രചോദനം കൊടുത്തു, വേഗം അത് അനുസരിച്ചു. അദ്ദേഹത്തിന് ഞങ്ങൾക്കും എല്ലാം വലിയ അനുഭവമായി. ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് അങ്ങ് നൽകുന്ന പ്രചോദനങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കാൻ, പ്രചോദനങ്ങൾക്കനുസരിച്ച് ബൈബിൾ വായിക്കാൻ, പ്രചോദനങ്ങൾക്കനുസരിച്ച് പേഴ്സണൽ പ്രയർ നടത്താൻ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബൈബിൾ ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, തരിക എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഓരോരുത്തരും കരങ്ങൾ ഉയരട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരാധന 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 ഉച്ചത്തിൽ വിളിക്കുന്നു. കൃപ തൂകണേ ഈശോയേ, കൃപ തൂകണേ. ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു.